ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ ഒക്ടോബർ മാസത്തിൽ ഞാൻ എടുത്ത ട്രേഡ്സിൻ്റെ ടോട്ടൽ പി ആൻഡ് എൽ ആണ്. ഇതൊരു സെൽഫ് അനാലിസിസ് വീഡിയോ ആണ്, അല്ലാതെ ഒരു സെൽഫ് പ്രൊമോഷൻസ് വീഡിയോ അല്ല. രണ്ടും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. അപ്പം ഞാൻ എടുത്ത ട്രേഡ്സ്, പി ആൻഡ് എൽ, ഞാൻ ചെയ്ത മിസ്റ്റേക്കുകൾ, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഈ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഞാനിവിടെ എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡേ 1 മുതൽ ഞാൻ എല്ലാ ട്രേഡ്സും ഇവിടെ ഈ ഒരു ഷീറ്റിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഡേ 1 വീഡിയോ കണ്ടാൽ മതി എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് മനസ്സിലാകും. അപ്പോൾ ഇവിടെ ഞാൻ സെപ്റ്റംബർ മാസത്തിൽ ഓൾറെഡി പി എൻ എൽ ഞാൻ കാണിച്ചതാണ്, റൈറ്റ്. അപ്പോൾ നമുക്ക് ഒക്ടോബർ മാസത്തിലെടുത്ത ട്രേഡ്സ് ഞാൻ നോക്കാം. സോ ഏകദേശം 17 ദിവസമാണ് ഞാൻ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നത് ഈ ഒരു മാസത്തിൽ. ഞാൻ എൻ്റെ ട്രേഡിംഗ് ഡെസ്കിലേക്ക് വന്ന ദിവസങ്ങൾ, അതിൽ ഏകദേശം ലോസ് നോക്കുവാണെങ്കിൽ നമുക്ക് 1 2 3 4 5 6 ഏകദേശം ഒരു 6 ലോസ് ഞാനിവിടെ ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ദിവസം. പിന്നെ ഏകദേശം ബാക്കിയുള്ള 10 ദിവസം നമുക്ക് എന്താണ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ പി ആൻഡ് എൽ നോക്കുവാണെങ്കിൽ ഏകദേശം 1 lakh ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വെരിഫൈഡ് ലിങ്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ദിവസത്തെ 24 ഒക്ടോബറിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അന്ന് വീഡിയോ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാ ദിവസവും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാനുള്ളൊരു കാര്യം, ഡേ 23 നമ്മൾ 2 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ആ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ആൻഡ് ഇതാണ് ടോട്ടൽ പി ആൻഡ് എൽ ഡേ 1 മുതലുള്ളത്. പിന്നെ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതൊരു സ്റ്റഡി ഗ്രോത്ത് ആണ്, അല്ലാതെ ലക്ക് കൊണ്ടോ അല്ലെങ്കിൽ സഡൻ സ്പൈക്കോ ഒന്നുമില്ല. ഒരു സ്റ്റഡി ആയിട്ടുള്ള എങ്ങനെയാണോ ഒരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാകുന്നത് ആ രീതിയിൽ നമുക്ക് ലോസസ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്, റിസ്ക് റിവാർഡ് മാനേജ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഗ്രോത്ത് മുകളിലോട്ട് തന്നെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ലോസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ആ ഒരു ഇമോഷണൽ ബാലൻസ് നമുക്ക് അവിടെ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പ്രധാനമായിട്ട് നോട്ട് ചെയ്ത ഒരു മിസ്റ്റേക്ക് ഈ ഒരു മാസത്തിൽ ചെയ്തതാണ്. ഈ ഒരു 28-ാം തീയതിയിൽ എടുത്ത ട്രേഡ്, 27-ൽ എനിക്ക് ഏകദേശം ഒരു 74 പോയിന്റ് സംതിങ് ലോസ് ആണ് ഉണ്ടായിരുന്നത് ഈ ഒരു ദിവസം. അപ്പോൾ 28-ൽ ഞാൻ ഒരു ട്രേഡ്, അന്ന് മന്ത്ലി എക്സ്പയറി ആയിരുന്നു, മാർക്കറ്റിൽ ഒരു ട്രേഡ് എടുത്തിരുന്നത്. ഈ ഒരു ലോവർ ബ്രേക്ക് ഡൗൺ ചെയ്ത സമയത്ത് ഞാൻ ഇവിടെ നിന്ന് പുട്ട് ഓപ്ഷൻ സെൽ എൻട്രി ആണ് ഇവിടെ എടുത്തിരുന്നത്. എൻ്റെ ടാർഗറ്റ് ഞാൻ നോർമലി എപ്പോഴും ഞാൻ വീഡിയോയിൽ പറയുന്ന ഒരു ബിറ്റ്വീൻ 60 to 100 പോയിൻ്റാണ് എപ്പോഴും കീപ്പ് ചെയ്യുന്നത്. ഈ ഒരു ഫാളിൽ തന്നെ എൻ്റെ ടാർഗറ്റ് ഏകദേശം 80+ പോയിൻ്റ് മാർക്കറ്റ് തന്നതാണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട്, മേ ബി ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ മുൻപത്തെ ദിവസം ഉണ്ടായ നഷ്ടം, അതായത് 74 പോയിന്റ് നഷ്ടം ഉണ്ടായത്, അപ്പോൾ അത് കവർ ചെയ്ത് വലിയൊരു പ്രോഫിറ്റ് വരണം എന്നുള്ള ഒരു ഈഗോ ആയിരിക്കാം ഞാൻ അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ലൈവ് മാർക്കറ്റിൽ എനിക്കത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാനും വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും ഒരു 80 പോയിന്റ് ഒക്കെ പ്രോഫിറ്റ് വന്ന് തിരിച്ച് മാർക്കറ്റ് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ബ്രേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അന്നത്തെ ദിവസം അത് എനിക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, മാർക്കറ്റ് തിരിച്ച് മുകളിൽ വന്നു, ഞാൻ വെയിറ്റ് ചെയ്തു. പിന്നെ താഴെ വന്ന് വീണ്ടും ഒരു ചാൻസ് തന്നതാണ്, ഞാൻ വെയിറ്റ് ചെയ്തു. പിന്നീട് ഒരു റിയലൈസേഷൻ വന്നു, അതിനുശേഷം ഞാൻ ഇവിടുന്ന് എൻ്റെ ലോസ് ബുക്ക് ചെയ്തു, നിയർലി ഒരു 56 സംതിങ് പോയിന്റ്. ഓക്കെ, സ്റ്റിൽ ഇൻ കൺട്രോളിലാണെങ്കിലും അതൊരു മിസ്റ്റേക്ക് ആയിട്ടാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മെയിൻലി മുൻപ് ഉണ്ടായിരുന്ന ലോസിനെക്കാട്ടും കൂടുതൽ വരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടായിരിക്കാം, ഇവൻ അതുകൊണ്ടാണ് ടാർഗറ്റ് കിട്ടിയിട്ട് ഞാൻ എക്സിറ്റ് ചെയ്യാതിരുന്നത്. സ്റ്റിൽ നമ്മളെപ്പോഴും പറയുന്നല്ലേ, ഒരു പ്രൊഫഷണൽ ട്രേഡർ ഒരു മാസം ഒരു മിസ്റ്റേക്ക് ചെയ്യും എന്നുള്ളതാണ്. സോ ഞാൻ എൻ്റെ ഒരു മിസ്റ്റേക്കായിട്ട് ഞാനത് കൺസിഡർ ചെയ്ത് ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ഞാൻ മെയിനായിട്ട് ചെയ്ത മിസ്റ്റേക്ക്. പിന്നെ ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റൈറ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും ഒരേ സെയിം പൊസിഷൻ സൈസിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, സെയിം 140 ക്വാണ്ടിറ്റി. പിന്നെ പ്രോഫിറ്റ് വന്ന സമയത്ത് ഏകദേശം എല്ലാം ഹൈ പ്രോഫിറ്റ് എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. പ്രോഫിറ്റ് വന്ന സമയത്ത് എൻ്റെ ട്രേഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് നിയർലി അതിനനുസരിച്ചിട്ടുള്ള ഒരു ബിഗ് പ്രോഫിറ്റ് തന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ലോസ് വരുന്ന സമയങ്ങളിൽ അത് മാനേജ് ചെയ്ത് ചെറിയ ലോസിലോട്ട് ഒതുക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. ഇതാണ് ഞാൻ ചെയ്ത കാര്യങ്ങൾ. ലോസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാം അണ്ടർ കൺട്രോളിലാണ് ഉള്ളത്. ഓക്കെ, ഇതാണ് ഞാൻ ഫോക്കസ് ചെയ്ത കാര്യങ്ങൾ. പിന്നെ ഒരുപാട് ട്രേഡുകളൊക്കെ നമുക്ക് മിസ്സ് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി നമ്മൾ യൂട്യൂബ് വീഡിയോ റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കമൻറ്ററി പറയണം, അങ്ങനെ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വന്ന് ട്രേഡുകൾ മിസ്സ് ചെയ്ത് പോയിട്ടുണ്ട്. അതും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭാവിയിൽ നമുക്കത് വളരെയധികം പ്രോബ്ലം ആവുകയാണെങ്കിൽ അതിനുള്ള സൊല്യൂഷൻസും കണ്ടുപിടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട്, ലൈവ് ട്രേഡിംഗ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്ക് നമുക്ക് കാണാം. സോ ബൈ ബൈ.